എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എനിക്ക് പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ കൈ വിറച്ചിട്ടില്ല. ഒന്ന് മാത്രം പറയാം, 2 വാക്കുകൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് അമ്മ എന്ന വാക്കും, 2 അച്ഛൻ എന്ന വാക്കും. 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ വറ്റ് അത് മാറ്റുവാൻ വേണ്ടി അമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്നു. അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ആദ്യത്തെ വറ്റ് ഒരു വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ ആ നിമിഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ. അവിടെ വിട്ടുപോകുന്ന ഒരു പേരുണ്ട്, വിയർപ്പിന് പോലും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച അച്ഛനെന്ന വാക്ക്, അച്ഛനെന്ന വ്യക്തി. ഈ 2 പേരും നിങ്ങൾ ഓർത്തിരിക്കുക. നമസ്കാരം. പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശന വേളയിൽ ഒരു NSS വോളണ്ടിയർ നടത്തിയ പ്രസംഗം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. നമ്മളിൽ ചിലരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലരെയൊക്കെ കരയിപ്പിച്ചിട്ടുമുണ്ടായിരിക്കാം. അത്രത്തോളം ഹൃദയത്തിൽ തട്ടിയാണ് ആ വിദ്യാർത്ഥിനി തൻ്റെ പ്രസംഗം നടത്തുന്നത്. കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലെ NSS വോളണ്ടിയറായ വിദ്യാർത്ഥിനി അതുല്യ ബാലചന്ദ്രനാണ് പ്രസംഗം നടത്തിയത്. NSS സപ്തദിന ക്യാമ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പത്തനാപുരം ഗാന്ധിഭവനിൽ അവരെത്തിയത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അതുല്യയെ പ്രസംഗത്തിലേക്ക് ക്ഷണിച്ചതല്ലേ? അതുല്യാണ് ആ പ്രസംഗം നടത്തിയത്. അതുല്യക്ക് ആ പ്രസംഗം മുഴുവിപ്പിക്കാൻ സാധിച്ചിരുന്നോ? മുഴുവിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല, പക്ഷേ ആ വാക്കുകൾ പെട്ടെന്ന് മനസ്സിലോടിയപ്പോൾ അത് പൂർത്തീകരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് സംസാരിച്ചത്. ആദ്യം ചെന്ന് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സ് ശൂന്യമായതുപോലെ, വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷം പിന്നെ ടീച്ചറായാലും എൻ്റെ സുഹൃത്തുക്കളായാലും സീനിയേഴ്സ് ആയാലും അവരെല്ലാവരും വന്ന് നിന്ന് സപ്പോർട്ട് തന്നപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, അതായിരുന്നു എന്നെ ആ വാക്കുകൾ പറയാൻ പ്രേരിപ്പിച്ചത്. ഇടറിയ വാക്കുകൾ കൊണ്ടാണ് സംസാരിച്ചത് അല്ലേ? അപ്പം എന്താണ് അങ്ങനെ എന്താ പറയുക, വേദനിപ്പിച്ചത് എന്താണ്? വാക്കുകൾ ഇടരാൻ കാരണം, ആദ്യം അത് സന്ദർശനത്തിന് ശേഷമാണ് സംസാരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇതുപോലുള്ള അനാഥാലയങ്ങൾ സന്ദർശിക്കാറുള്ളതാണ്, പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ വികാരങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മളതെല്ലാം കണ്ടിട്ട് പോകുന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടതിന് ശേഷം സംസാരിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നി. അവിടെ കണ്ട കാര്യങ്ങളാണോ വേദനിപ്പിച്ചത്? തീർച്ചയായും അവിടെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവിടെ വിസർജ്യങ്ങളുണ്ട് പ്രായമായവരുടെ, അത് നമ്മളെ ഒരുപാട് മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ ഉള്ളതായിരുന്നു. പിന്നെ അമ്മമാരായാലും അവർ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയും കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ പുഞ്ചിരിയിലും ഒളിഞ്ഞു കിടക്കുന്ന സങ്കടം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരോരുമില്ലാതെ അവരുടെ അരികിലേക്ക് നമ്മൾ ചെന്നപ്പോൾ ആരൊക്കെയോ ആണെന്നൊരു തോന്നലുണ്ടായി അല്ലേ? അതെ. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു സാമൂഹിക ദുരവസ്ഥ കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ആളുകളായാലും യുവാക്കളായാലും അവർ പുറം രാജ്യങ്ങളിലേക്ക് സുഖകരമായ ജീവിതത്തിന് വേണ്ടി ചേക്കേറുമ്പോൾ അനാഥമായി പോകുന്നത്, അല്ലെങ്കിൽ വിട്ടുമാറി പോകുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ കൂടി എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ആ വാക്ക് തോന്നിയത്. തീർച്ചയായും അവിടെ എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവിടെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് എന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച ചില ആളുകളുടെ വാക്കുകളാണ്. ആദ്യമായിട്ട് അച്ഛൻ എനിക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യം കുറച്ച് പറഞ്ഞത്. അത് മറ്റാരുമല്ല, സമദാനി സാറാണ്. സമദാനി സാറിൻ്റെ വാക്കുകളാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതിനുശേഷം പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ സംസാരിച്ചു. ഒപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളും. സമദാനി സാറ് പറഞ്ഞ ആ പ്രസംഗത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അമ്മയെപ്പറ്റി പറയുന്നതാണ്, മുലയൂട്ടുന്നതിനെ പറ്റി പറയുകയാണ്. 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് അതിനെ പ്രസവിച്ചിടുമ്പോൾ അതിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്തണയ്ക്കുന്നു. അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ആദ്യത്തെ വറ്റ് ഒരു വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ ആ നിമിഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം, അഥവാ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മൊമെന്റ് ഇൻ എ ഹ്യൂമൻ ലൈഫ്. ആ വാക്കുകൾ എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്. അതാണ് അപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത്. പിന്നെ അച്ഛനെ പറ്റി പറഞ്ഞതാണ്, ഞാൻ സ്വയം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ. വീട്ടിലാരൊക്കെയാണ്? വീട്ടിൽ അച്ഛൻ, അമ്മ,
ചേച്ചി, അപ്പച്ചി, ഞാൻ. അച്ഛനൊക്കെ ജോലി എന്താണ്? അച്ഛൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്ററി അധ്യാപകനാണ്. 2 ട്യൂഷൻ സെൻ്റർ ഉണ്ട് വാളകത്ത്. അമ്മ KSFE കലയപുരത്തെ സീനിയർ അസിസ്റ്റൻ്റ് ആണ്. ചേച്ചി MSc അഗ്രികൾച്ചർ കഴിഞ്ഞു. എന്താണ് പ്രസംഗത്തിലൊക്കെ മത്സരിക്കാൻ പോകാറുണ്ടോ? ഹിന്ദി പ്രസംഗത്തിന് മത്സരിക്കാറുണ്ട്. ഇപ്പം എൻ്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റേറ്റിൽ മാറിയപ്പോൾ മുതലേ അത്തരത്തിലുള്ള കലോത്സവങ്ങൾക്കും എല്ലാം പങ്കെടുക്കാറുള്ളതാണ്. മാത്രമല്ല 8ാം ക്ലാസ്സിൽ വെച്ച് ലിജി ടീച്ചർ എന്ന് പറഞ്ഞൊരു അധ്യാപിക ഉണ്ടായിരുന്നു. എന്നെ സ്റ്റേജിൽ കയറ്റി ഞാൻ സംസാരിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ എന്നെ സ്റ്റേജിൽ കയറ്റിയ വ്യക്തി ലിജി ടീച്ചറാണ്. ടീച്ചറാണോ ഹിന്ദി പ്രസംഗത്തിലേക്ക് കടന്നത്? എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോ TV ഷോസും കാര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എനിക്ക് ആ ഭാഷയിൽ നല്ല ജ്ഞാനമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ടീച്ചർ തന്നെയാണ് പറഞ്ഞത്, നീ സംസാരിക്കണമെന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അത് വിട്ടുമാറിയിട്ടില്ല എന്നിൽ നിന്നും ആ ഒരു കഴിവ്. പ്രസംഗം മാത്രമാണോ? ഹിന്ദി പ്രസംഗവും മറ്റ് രചനാ മത്സരങ്ങളുമൊക്കെ പങ്കെടുക്കാറുണ്ട്. ഏതായാലും അങ്ങനെ ശബ്ദമിടറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ടീച്ചറും കൂട്ടുകാരൊക്കെയാണ് താങ്ങി നിർത്തിയതല്ലേ? അപ്പോൾ എന്ത് തോന്നി? തീർച്ചയായും അത് ഞങ്ങളുടെ NSS യൂണിറ്റിൻ്റെ ഒരുമയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരാളുടെ ശബ്ദം ഇടറിയപ്പോൾ അവിടെ കൈ പിടിച്ചുയർത്താൻ ഒരുപാട് പേര് വന്നു. ഈ നിൽക്കുന്ന എല്ലാവരും ഒരേ രീതിയിൽ സപ്പോർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അതിലെ അപ്പോൾ തന്നെ ധൈര്യം നൽകാൻ വേണ്ടി ടീച്ചറുണ്ടായിരുന്നു, ആശ ടീച്ചർ, NSSൻ്റെ ടീച്ചറാണ് അല്ലേ? ടീച്ചറെ എന്താണ് ആ സാഹചര്യം? അന്ന് ശരിക്കും ഞങ്ങളൊരു 1 ഡേ ട്രിപ്പായിട്ട്, ട്രിപ്പല്ല, ഒരു 1 ഡേ വിസിറ്റ് ഗാന്ധി ഭവനിൽ പോയിരിക്കുമായിരുന്നു. എല്ലാ വർഷവും NSSൻ്റെ സപ്തദിന ക്യാമ്പിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെയുള്ള അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കാറുണ്ട്. തുടക്കത്തിൽ തന്നെ അത് സന്ദർശനത്തിന് ശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പ് നടത്തുന്നത്. ഈ വർഷം നമ്മുടെ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമുക്കങ്ങനെ പോകാൻ സാധിച്ചില്ല. അതൊരു ദൈവനിയോഗമായിരിക്കാം. അങ്ങനെ ഡിസംബർ 25 തന്നെ നമുക്ക് അവിടെ ചെല്ലാനൊരു ഭാഗ്യം കിട്ടി. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഞാനും മൻസാറും ഞങ്ങൾ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയറിൽ ക്യാമ്പ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളുമായിട്ടും അവിടെ ചെന്നു. അവിടുത്തെ കാഴ്ചകളാണ് ശരിക്കും ഇന്നത്തെ തലമുറയിൽ അച്ഛനമ്മ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോടും ഒന്നിനോടും ആത്മാർത്ഥതയില്ലാത്ത ഒരു സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാറ്റം, അത് എനിക്ക് തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ എനിക്ക് സാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വിസിറ്റ് എല്ലാ വർഷവും നമ്മൾ പോവാറുള്ളത്. അപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായിട്ട് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് അവിടുത്തെ കൊച്ചു കുട്ടികളാണ്. അവിടെ വരുമ്പോൾ ബാക്കി അച്ഛനമ്മമാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അവരുടെ എന്ത് കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ പോലും. അപ്പോൾ അങ്ങനെ കഴിയേണ്ടുന്ന, അതിലും നല്ല രീതിയിൽ കഴിയേണ്ടുന്ന കുറേ അച്ഛനമ്മമാരാണ് അവിടെ ഗാന്ധി ഭവനിലുള്ളത്. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ആളുകളെ മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി തവണ നമിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കാണ് അവർ, യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത്. അപ്പോൾ മനസ്സിലൊത്തിരി അവരോടൊരു ബഹുമാനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണും നിറഞ്ഞു പോകും. അപ്പോൾ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ 2 പേര് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് മൻസാറിൻ്റെ പേര് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ എഴുതി കൊടുത്തു, 2 അതുല്യ സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രസംഗം ഇങ്ങനെ ആയിത്തീരും എന്നൊന്നും ഉദ്ദേശിച്ചല്ല നമ്മളവിടെ ചെന്നതും നിന്നതും സംസാരിച്ചതുമെല്ലാം. പക്ഷേ ഉള്ളിൽ തട്ടിയ ആ വാക്കുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളെ ഈർന്നണിയിച്ചു. അതിൽ സംസാരിച്ചപ്പോൾ ശബ്ദം ഇടറുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് ചെന്നു. പെട്ടെന്ന് എൻ്റെയും കണ്ണുകൾ നിറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് അതിലേക്ക് സപ്പോർട്ടായിട്ട് നന്ദനയും ആനന്ദും ഒക്കെ ഓടി എത്തി. അപ്പോൾ ഈ ഫേസ്ബുക്കിലെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പലരും വിളിച്ചപ്പോൾ ഹൃദയസ്പർശിയായ വാക്കുകൾക്കൊപ്പം നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു ഒത്തൊരുമ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ NSSലുള്ള വോളണ്ടിയേഴ്സിനും എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള ആ ഒരു ശക്തിയും ബലവും തന്നെയാണ് സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ ബലമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതേപോലെ ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും വോളണ്ടിയർ ലീഡറായിട്ടുള്ള ക്രിസ്റ്റോ,
ക്രിസ്റ്റോയും അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ക്രിസ്റ്റോ എല്ലാവരും വന്ന് കരഞ്ഞു. നേരെ ഈ ക്രിസ്റ്റോയുടെ കാര്യങ്ങൾക്ക് പോലും ഇപ്പം നിങ്ങൾക്കറിയാം ക്രിസ്റ്റോ എങ്ങനെയാണ്. പക്ഷേ ക്രിസ്റ്റോയും കൊണ്ടാണ് ഞങ്ങൾ ടൂർ പോകുന്നത്. എല്ലായിടത്ത് പോകുമ്പോഴും ക്രിസ്റ്റോ ഞങ്ങളുടെ ഒരിതാണ്. പലരും എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്റ്റോയാണ് ഞങ്ങളുടെ ഒരു ബലം. എല്ലാവരും എൻ്റെ ഈ മക്കളുമാരെല്ലാം കൂടാണ് ക്രിസ്റ്റോയെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നത്. അത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നു. ക്രിസ്റ്റോ കെ ചാക്കോ 3-ാം വർഷ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്യാനും അത് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടുന്ന ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാനും സാധിക്കുന്നു. അത് ഒരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതും. മനസ്സ് നന്നാവട്ടെ, വലത് കൈ നെഞ്ചോട് ചേർത്തും കൊണ്ട് ഈ പറയുന്ന ഞങ്ങളുടെ ആപ്തവാക്യം മനസ്സ് നന്നാവട്ടെ, നോട്ട് മീ ബട്ട് യു, ഇതിലൂന്നി പ്രവർത്തിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും മനസ്സുകൾ നന്നായിരിക്കും. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രായമായ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ചെന്ന് അവർക്ക് വേണ്ടുന്ന മരുന്നുകളും ആഹാരങ്ങളും വസ്ത്രങ്ങളും കൊടുക്കുന്നതോടൊപ്പം അവരെ കുളിപ്പിക്കാനും മുറിവേറ്റ വ്യക്തികളെ ശുശ്രൂഷിക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി, ഈ മനസ്സ് നന്നാവട്ടെ എന്ന ആ ഒരു വാക്കിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. മനസ്സ് നന്നാവട്ടെ, മനസ്സുകൾ ഒന്നാവട്ടെ. ഇങ്ങനെ ഞങ്ങളുടെ ഒരു വീഡിയോ വൈറലായതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ എത്തിയെന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ NSS യൂണിറ്റ് എന്ന് പറയുന്നത് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു NSS യൂണിറ്റാണ്. വ്യത്യസ്തമായ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു യൂണിറ്റും കൂടെയാണ് NSS യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ശ്ലാഘനീയമായി പേഴ്സണലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് NSS യൂണിറ്റിൻ്റെ പാലിയേറ്റീവ് കെയർ ആണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് കേവലം ഒരു നോളജ് അക്വയർ ചെയ്യുക എന്നത് മാത്രമല്ല, സമൂഹം എന്താണ്, സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ്, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കുട്ടികളെ സജ്ജരാക്കുക എന്നുള്ളതാണ് NSS വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട് എന്ന് 100% ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഗാന്ധി ഭവനിൽ പോയി അവിടെ കണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി ഒരിക്കലും അതിൻ്റെ അച്ഛനെയോ അമ്മയോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് തള്ളിവിടത്തില്ല. അത്രയ്ക്ക് വൈകാരികമായിട്ടാണ് ആ കുട്ടി അവിടെ സംസാരിക്കുന്നത്. അപ്പം ഈ NSSൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ, ഇവരുടെ സപ്തദിന ക്യാമ്പുകളിലെ ഓരോ ദിവസങ്ങളും അവർ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഓരോ പ്രോഗ്രാംസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിഭവൻ പോലെയുള്ളൊരു സ്ഥലത്ത് പോയി അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയും കാണുമ്പം ആ വിദ്യാർത്ഥികൾക്കറിയാം മക്കളുണ്ടായിട്ടും അങ്ങനെ ആവേണ്ടി വന്ന, അല്ലെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നേരിട്ട് കാണും മനസ്സിലാക്കാനും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവരായിട്ട് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പും നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് NSS യൂണിറ്റിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. അവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ അവരുടെ ആ മുഖത്തെ പുഞ്ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ മനുഷ്യരാ, നമുക്കും പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ട്. പക്ഷേ അതൊക്കെ കണ്ട് അവരുടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെയും മനസ്സ് നിറഞ്ഞുപോയി. അപ്പം പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി. അവർ ഞങ്ങളുടെ കൂടെ വന്നിന്ന് കളിച്ച് പാട്ട് പാടാനാണെങ്കിലും ഞങ്ങളുടെ കൂടെ പാട്ട് പാടി, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞങ്ങൾ പാടിക്കൊടുത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ് പാടിപ്പിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പേഴ്സണലി ഞാൻ ഇമോഷണലി സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണായിരുന്നു. അപ്പം അവിടെ ചെന്ന സമയത്തും ടീച്ചർ മുന്നേ പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്ന് കരയരുത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളവിടെ പോവല്ലേ, അങ്ങനെ കരയേണ്ട ആവശ്യം വരുമോ, ഇങ്ങനെ നമ്മൾ പ്രായമുള്ളവരെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരാം. പക്ഷേ അവിടെ ചെന്ന് അവരുടെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പം ഈ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വേദന കൊണ്ട് ഒരു ചിരി, അവരുടെ ആ പുഞ്ചിരി വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നായിരുന്നു. അതിൽ ഒരമ്മച്ചി ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചപ്പം മക്കളെ നിങ്ങൾ പോവുകയാണോ, ആ നിറഞ്ഞ കണ്ണുകളോട് ആ ചോദിച്ച ചോദ്യം അത് വല്ലാതെ എൻ്റെ ഹൃദയത്തെ അങ്ങ് വേദനിപ്പിച്ചു. അതിൻ്റെ കൂടെ അതിൽ പറഞ്ഞ വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രാധാന്യം നൽകണം. നമ്മളെ വളർത്തി ഈ സംസാരിക്കാൻ ഒരു നിലയിലെത്തിക്കുന്നത് തന്നെ അവരാണ്. അപ്പം അവരെ കരുതിയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഇങ്ങനെ വളർത്തി വലുതായി നമ്മൾ ഈ വാക്കുകൾ സംസാരിച്ചിട്ട് തന്നെ യാതൊരു അർത്ഥവും ഇല്ലാതായി പോകും. ജീവിതത്തിൽ ഒരിക്കലും
നമ്മൾ ചെയ്തുകൂടാത്ത ഒന്നാണ് നമ്മുടെ അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കുക എന്നുള്ളത്. എല്ലാവരും കരഞ്ഞു, ഞങ്ങളെല്ലാവരും കരഞ്ഞു. കാരണം എത്ര കരയാതെ പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്നവരുടെ കണ്ണുകൾ പോലും നിറയ്ക്കുന്ന വാക്കുകളായിരുന്നു അത് വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്നത് തന്നെയായിരുന്നു അതിലയുടെ വാക്കുകളും, അതുപോലെ ഞങ്ങൾ കണ്ട സന്ദർഭങ്ങൾ. അങ്ങനെ അതുല്യ മാത്രമല്ല കരഞ്ഞത്, അവിടെ പോയ എല്ലാ NSS വോളണ്ടിയേഴ്സും കരഞ്ഞു. വലിയ സന്ദേശമാണ് ഇവർ നൽകുന്നത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഐക്യവും കൂട്ടായ്മയും സഹാനുഭൂതിയും എല്ലാം ആ വീഡിയോയിൽ കൂടെ വ്യക്തമാകുകയായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കൊട്ടാരക്കര.